അപ്പോൾ ദേ കണ്ടില്ലേ, ഇന്നത്തെ ഇവരൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് സൺസെറ്റ് കണ്ടോണ്ടാണ്. അപ്പോൾ ഇന്നൊരു പഠിക്കാൻ മൂഡ് കിട്ടി. അങ്ങനെ ഈവനിങ് ഒരു ചായയൊക്കെ കുടിച്ച് ഒരു മുട്ട ദോശയൊക്കെ ട്രൈ ചെയ്ത് നോക്കി സ്നാക്കായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പഠിക്കാനിരുന്നു. പഠിക്കാനിരുന്നപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ SSCയിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ടോപ്പിക്കായ റീസണിങ് എബിലിറ്റിയാണ്. അപ്പോൾ റീസണിങ് എബിലിറ്റിയിൽ എനിക്ക് കുറച്ച് ടഫായിട്ട് ബേസിക്കലി തോന്നുന്ന സില്ലോജിസം എടുത്തു. സില്ലോജിസം മനസ്സിലായെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ബേസിക്കലി ഭയങ്കര ടഫായിട്ട് തോന്നിയിട്ടുണ്ട്. അതിൽ പല ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് കിട്ടാതായിട്ടും തോന്നിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇന്ന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇതെത്ര ചെയ്തിട്ട് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ ആദ്യം മുതൽ തന്നെ പഠിക്കാൻ വിചാരിച്ചു. ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഞാൻ പഠിച്ചതിൽ നിന്നും അപ്പുറം ഞാനൊരു ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ട്, യൂട്യൂബിലെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നേരെ ബുക്കെടുത്ത് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ തുടങ്ങി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം നമുക്കൊരു ഐഡിയ കിട്ടും, എത്ര ടോപ്പിക്ക് നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഓവറോൾ ഐഡിയ കിട്ടും. മുന്നേ സ്കൂളിൽ പഠിക്കുന്ന ടൈമെന്ന് പറഞ്ഞാൽ എനിക്ക് രാത്രി കൂടുതലിരുന്ന് പഠിക്കുന്നതായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ കോളേജ് ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം കോളേജ് ടൈമിലൊക്കെ രാത്രി പൊതുവെ ഇരുന്ന് പഠിക്കുന്നതാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്തിട്ടുള്ളത്. രാത്രി എന്ന് പറഞ്ഞാൽ ലേറ്റ് നൈറ്റ് അല്ല, നമ്മൾ ഈ ഈവനിങ് ഇരുന്ന് പഠിക്കില്ലേ, അങ്ങനെ തന്നെ. അപ്പോൾ ഇന്നത്തെ ടു ഡു ലിസ്റ്റിൽ തന്നെ ഞാൻ ഇത് പഠിക്കണം, ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസവും ടു ഡു ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ടു ഡു ലിസ്റ്റ് എഴുതി നോക്കണം, അപ്പോഴേ നമുക്കത് മനസ്സിലാവും.